മീനെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം വീഡിയോ എടുക്കാൻ വിചാരിക്കുകയാണ്. വിചാരിച്ച് ഈ വീഡിയോ എടുക്കാനുള്ളൊരു പല സ്കില്ലും അങ്ങനൊന്നും ഇല്ല. ഇതുവരെ സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. വിചാരിച്ച് ഇങ്ങോട്ടങ്ങ് വീഡിയോ എടുത്ത് തുടങ്ങാം. അങ്ങനെ വിചാരിച്ച് ഇന്ന് ഞങ്ങളുടെ കൂട്ടുകാരന്മാരെല്ലാം ഇവിടെ അങ്ങനത്തെ കുളമുണ്ട്. അപ്പം മീൻ പിടിക്കാൻ വരാൻ ഞാൻ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ അവന്മാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നൊരു ഫിഷിംഗ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വീഡിയോ ഫുള്ളാ ചെയ്യുക. ഈ കുളത്തിലാണ് മീൻ പിടിക്കാൻ വന്നേക്കുന്നത്. പക്ഷെ ഇപ്പോൾ പണ്ട് ഇവിടുന്നതിനകത്ത് കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം ആരും വരാറൊന്നുമില്ല. അങ്ങനെ അനങ്ങാതെ കിടക്കുന്നതുകൊണ്ട് കുറേ മീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വന്നിട്ടൊരു മീനെ കണ്ടില്ല. ഇവന്മാരുടെയൊക്കെ ഒരു സമയം ഭാഗ്യമൊക്കെ എടുത്തിരിച്ച കൂട്ടത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആസിഫ. പലയിടത്തും പോയി മീൻ പിടിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ മീനൊന്നും കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇല്ലടാ ഞാൻ എന്തായാലും ഇങ്ങോട്ട് സൈഡാക്കാം. ഉമ്മാർ പിടിക്കുന്നുണ്ടിരിക്കാം. ഞാൻ ഇവൻ്റെ അടുത്താണെങ്കിൽ പറഞ്ഞ് ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പോൾ പറയാ കുളത്തിലെ മീനുകൾക്കെല്ലാം ഭയങ്കര ആക്രാന്തമാണ്. നമ്മളങ്ങോട്ട് കൊണ്ടിടുമ്പോഴേ തീറ്റയെല്ലാം പിടിച്ചോണ്ട് പോകുന്നു. നീയല്ലേ പറഞ്ഞേ. എന്നിട്ട് എന്ത് ചെയ്യേ? ഒന്നും കാണുന്നില്ല. വേറെ ലൊക്കേഷനായിട്ട് പോവുകയാണ്. സംഭവം ഇതിനകത്തൊന്നും മീനൊന്നും കിട്ടുന്നില്ല. കുറച്ച് നേരമായ കൊണ്ട് വന്നിട്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്ര മീനൊരു അഗ്രസീവ്നെസ് ഒന്നും ഇല്ല. അല്ലേടാ? മീനൊന്നും കൂടെ കിട്ടുന്നത് കൊത്തൊന്നും പോലും ഇല്ല. ചേർത്തത് ഇടയ്ക്കെങ്ങാണൊന്ന് കൊത്തിയാലായി. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇന്നാൾ വന്നപ്പോ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇന്നാൾ വന്നപ്പോ നമ്മളൊരു സ്ഥലത്ത് പോയി. അവിടെ നിന്ന് കൊച്ചു മീനെ കിട്ടി. എല്ലാം കയ്യിലൊക്കെ ഒരു അങ്ങനത്തെ കുറെ മീനെ കിട്ടി. ഇച്ചാലാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ. ഒരു മീനിപ്പോൾ ഒരിടത്ത് അനങ്ങുമ്പോഴത്തേക്ക് നമ്മളവിടെ ചൂണ്ടിടുന്നു, അതിനെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ സ്ഥലമായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ടാണോ എന്തോ മീനൊന്നും കാണുന്നില്ല. പോവാം വാ. അങ്ങനെ നമ്മൾ മറ്റേ സ്ഥലത്ത് തന്നെ പോവാ. ഒരു ഭയങ്കര വണ്ടി പോയി ഫ്രണ്ട് പോയില്ല. തീറ്റ എടുക്കുകയും ചെയ്ത് പിടിച്ച് വലിച്ച സമയത്ത് കൊളുത്തിയില്ല. ഉള്ള പ്രതീക്ഷയും കൂടെ പോയി. ഇത് എത്ര നേരടാ വന്നിട്ട്? 1 മണിക്ക് പറഞ്ഞു. നോക്കട്ട് അത് പിടപ്പിച്ചാണ്. കഴിഞ്ഞ വീഡിയോക്ക് അത് പിടച്ചില്ലെന്നും പറഞ്ഞ് പ്രശ്നമായിരുന്നു. ആദ്യത്തെ മീനെ കിട്ടിയിരിക്കുകയാണ്. ഇനി തൊട്ട് അങ്ങോട്ട് മീൻ കിട്ടുന്നതാണ് പ്രതീക്ഷ. എന്തായാലും ഭയങ്കര സന്തോഷം. ഒരു മീനെ കിട്ടിയില്ലേ? ഒന്നും കിട്ടാതെ പോയില്ലെന്ന് പറഞ്ഞൊരു വിഷമല്ലേ. ആദ്യമായിട്ടാ ഉള്ളി പോടാതെങ്കിൽ അണ്ണാക്കി വരുത്തിരിക്കുക. ഇതൊരു കംപ്ലിയാസ് കൊണ്ടുവച്ചായിരുന്നു മീൻ പിടിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി. സമയം കുറെ ആയി. അവൻ നമ്മള് കംപ്ലിയാസ് എടാ ഒന്ന് പുളിത്തരുമോ? നമുക്ക് സ്ഥിരം ഡയലോഗ് ഇതൊക്കെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് കംപ്ലിയാസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഇതല്ലേ. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിട്ട് ഞങ്ങളുടെ നാട്ടിൽ കംപ്ലിയാസ്, ചിലത് ബംബിളിദാസ്. എന്തായാലും നിങ്ങളുടെ നാട്ടില് ഇതിന് പേരെന്താന്ന് വെച്ചാ പറയണേ. നമ്മൾ കൊണ്ടുവന്ന ഇരയെല്ലാം മീൻ കൊടുത്തിട്ട് അടുത്ത ഇര പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അടുത്ത മീൻ. ഇപ്പൊ സന്ധ്യ ആവാറായി. ഇത്ര നേരമായിട്ട് അടുത്ത മീനെ കിട്ടിയിരിക്കുകയാണ്. കുറെ മീൻ വന്നിട്ട് അടിച്ചിട്ട് ചൂണ്ട പിടിച്ചാൽ പോകും. പക്ഷെ ഇത് കിട്ടി സാധനം. ഗൈസ് മറ്റേ മീൻ്റെ കളർ പോയി ഗൈസ്. ഈ കറുത്ത് കിടക്കുന്നതാണ് നമ്മളിപ്പം പിടിച്ചത്. പക്ഷേ മറ്റേതിനും ഈ കളറായിരുന്നു. പക്ഷെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കളർ മാറി. എന്തായാലും നമ്മളെ സെക്കൻഡ് മീനെ കിട്ടിയിരിക്കുകയാണ്. ചാടിടാ മറ്റേ എടാ ഈ പോച്ചട കിഴി പോടാ. അടക്കി അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമയം ഏതാണ്ട് ഒരു 5:45 കണ്ടായി. ഇവന്മാർക്ക് പോകണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്ന് മീൻ പിടുത്തം നിർത്തി. നാളെ രാവിലെ ഇവന്മാർ വരാമെന്ന് പറഞ്ഞു. അപ്പം നാളെ രാവിലെയും കൂടെ പിടിക്കുന്ന മീനെ ഒരുമിച്ച് കറി വെക്കുക എന്ന പ്ലാനിലാണ് നമ്മളിരിക്കുന്നത്. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. നാളത്തെ വീഡിയോ 2 പാർട്ടായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. അല്ലെ ഇതിനകത്ത് കുത്തി തിരിച്ച് കയറ്റാം. ബൈ.